ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിയോണ്ടോളജിക്കൽ തിയറീസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് തിയറി നമ്മൾ പഠിച്ചു ടെലിയോളജിക്കൽ തിയറീസ്. അതിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ടെലിയോളജിക്കൽ തിയറീസും ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത് വരുന്ന തിയറിയാണ് ഡിയോണ്ടോളജിക്കൽ തിയറീസ്. ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ തിയറീസ്. Ethics is an action is considered morally good because of some characteristics of the action itself, not because the product of the action is good. ഈ ഒരു തിയറിയിൽ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുണ്ടായിരിക്കും. ആ പ്രവൃത്തികൾ എങ്ങനെയാണ് മോറലി ഗുഡ് ആവുന്നത് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ ഡിയോണ്ടോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. Deontological ethics hold that at least some acts are morally obligatory regardless of their consequences for human welfare. നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് പ്രവൃത്തികൾ ഉണ്ടായിരിക്കും. ആ പ്രവൃത്തികൾ മോറലി ആയിട്ട് എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ഹ്യൂമൻ വെൽഫെയറിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ ഡിയോണ്ടോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. It emphasizes on the relationship between duty and the morality of human action. നമ്മൾ ചെയ്യുന്ന ഓരോ ഹ്യൂമൻ ആക്ഷൻസ് ഉണ്ടായിരിക്കും, മനുഷ്യന്മാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഉണ്ടായിരിക്കും, അതിൽ എത്രത്തോളമാണ് അവരുടെ ഡ്യൂട്ടീസ്, അതുപോലെ അവരുടെ മൊറാലിറ്റി, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ മൊറാലിറ്റി, അത് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു തിയറീസിൽ കാണിക്കുന്നത്. അതായത് ഓരോ ആളുകളും ഓരോ പേഴ്സൺസും അവരെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Accordingly, some actions would be considered wrong even if the consequences of these actions were good. ചില ആക്ഷൻസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെങ്കിൽ പോലും ചില അവസരങ്ങളിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിൽ വരുമ്പോൾ അതെന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തിയറിയാണ് ഈ ഡിയോണ്ടോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് ഹ്യൂമൻ വെൽഫെയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. An action is right if it has certain characteristics or is of a certain kind, and wrong if it has other characteristics or of another kind. അതായത് ഈ ഒരു തിയറി പ്രകാരം നമ്മൾ ചെയ്യുന്ന ശരിയായ പ്രവൃത്തികളെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള ഏതൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് അതിനെയാണ് ഈ ഒരു തിയറി പ്രകാരം ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പീപ്പിൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡു ദി റൈറ്റ് തിങ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തായിരിക്കും, ശരിയായ കാര്യങ്ങളാവും ചെയ്യേണ്ടത്. അതുപോലെ ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ദി റൈറ്റ് തിങ് ടു ഡു. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡോണ്ട് ഡു റോങ് തിങ്സ്. നമ്മൾ ഒരിക്കലും തെറ്റായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് ദം ബിക്കോസ് ദേ ആർ റോങ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് അറിഞ്ഞൊരു കാര്യം നമ്മൾ സ്വീകരിക്കാണ്ടിരിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ഈ ഒരു തിയറി പ്രകാരം ഇതിൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു അപ്രോച്ച് പ്രകാരം മോറൽ ജഡ്ജ്മെൻ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹ്യൂമൻ ആക്ഷൻസിൻ്റെ, ഹ്യൂമൻ വെൽഫെയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവരുടെ എത്രത്തോളമായിരിക്കും, എങ്ങനെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാം, അതൊക്കെ ഈ ഒരു മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഡിയോണ്ടോളജിക്കൽ തിയറീസ് ആണ്. ഈ ടൈപ്സ് ഓഫ് ഡിയോണ്ടോളജിക്കൽ തിയറീസിൽ 4 തിയറീസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡ്യൂട്ടി തിയറി, അതുപോലെ റൈറ്റ് തിയറി, ആൻഡ് തേർഡ് വൺ കാൻഡിയൻ തിയറി ഓഫ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്, ആൻഡ് ഫോർത്ത് വൺ കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ്. ഇങ്ങനെ 4 തിയറീസാണ് ഈ ഒരു ഡിയോണ്ടോളജിക്കൽ തിയറീസിൻ്റെ ടൈപ്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് തിയറിയാണ് ഡ്യൂട്ടി തിയറി. Duty theory, it provides foundation for duties and obligation of people. ഈ ഒരു തിയറി പ്രകാരം ഓരോ പീപ്പിൾസും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, അതിനൊരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഡ്യൂട്ടി തിയറി എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് ഓരോ ആളുകളും ഏതൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യേണ്ടത്, അതുപോലെ അവർക്ക് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട് അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി തിയറിയിൽ എന്ന് പറയുന്നത്. സച്ച് ഡ്യൂട്ടി തിയറി ഈസ് കോൾഡ് സുപ്പറോഗേഷൻ. ഈ ഒരു തിയറിനെ സുപ്പറോഗേഷൻ എന്നും കൂടിയും പറയും. ഈ ഒരു തിയറി പ്രകാരം ഡ്യൂട്ടി തിയറിനെ കുറച്ച് തിയറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡ്യൂട്ടീസ് ടു ഗോഡ്, അതുപോലെ ഡ്യൂട്ടി ടുവാർഡ്സ് വൺ സെൽഫ്, ഡ്യൂട്ടി ടുവാർഡ്സ് അതേഴ്സ്. അങ്ങനെ 3 ആയിട്ടാണ് ഈ ഡ്യൂട്ടി തിയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡ്യൂട്ടി ടുവാർഡ്സ് വൺ സെൽഫ്. അതായത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഓഫ് ദി സോൾ വിച്ച് ഇൻവോൾവ് ഡെവലപ്പിംഗ് വൺ സ്കിൽസ് ആൻഡ് ടാലൻസ്.
ഈ ഒരു തിയറീസിൽ ഡ്യൂട്ടി ടുവാർഡ്സ് വൺ സെൽഫിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടാലൻസ്, അതുപോലെ നമ്മളെ സ്കില്ല്, ആ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടുവാർഡ്സ് വൺ സെൽഫ് എന്ന് പറയുന്നത്. അതുപോലെ ഡ്യൂട്ടി ഓഫ് ദി ബോഡി വിച്ച് ഇൻവോൾവ് നോട്ട് ഹാമിങ് അവർ ബോഡീസ് ആസ് വി മൈറ്റ് ത്രൂ ഗ്രീഡിനെസ് ഓർ ഡ്രങ്ക്നെസ് ആൻഡ് നോട്ട് കില്ലിങ് വൺ സെൽഫ്. അതായത് നമ്മളെ ബോഡിയെ സംരക്ഷിക്കുക, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ഈ ഒരു ഡ്യൂട്ടിയിൽ വരും. അതായത് ശരീരത്തിന് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്. അതുപോലെ ഡ്രിങ്കിങ്, ആ കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ നമ്മുടെ ശരീരം നശിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ഒരു മൊറാലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ട ഡ്യൂട്ടീസാണ് ഡ്യൂട്ടീസ് ടുവാർഡ്സ് വൺ സെൽഫിൽ വരുന്നത്. ഇനി ഡ്യൂട്ടി തിയറിയിൽ അടുത്ത് വരുന്നതാണ് ഡ്യൂട്ടീസ് ടു ഗോഡ്. നമ്മൾ ദൈവത്തിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഹിം ദർ ആർ ടു കൈൻഡ്സ് ഓഫ് അവർ ഡ്യൂട്ടീസ് ടുവാർഡ്സ് ഗോഡ്സ്. നമുക്ക് രണ്ട് ഡ്യൂട്ടീസാണ് വരുന്നത്. ഫസ്റ്റ് വൺ, എ തിയറിറ്റിക്കൽ ഡ്യൂട്ടി ടു നോ ദി എക്സിസ്റ്റൻസ് ആൻഡ് നേച്ചർ ഓഫ് ഗോഡ്. ഈ ഒരു ഡ്യൂട്ടിയിൽ പറയുന്നത് നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, ദൈവമുണ്ട്, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ദൈവം നിലനിൽക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. രണ്ടാമതായിട്ട് പറയുന്നതാണ് എ പ്രാക്ടിക്കൽ ഡ്യൂട്ടി ടു ബോത്ത് ഇൻവാർഡ്ലി ആൻഡ് ഔട്ട്വാർഡ്ലി വർഷിപ്സ് ഗോഡ്. നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കണം. അത് നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു ദൈവത്തിൻ്റെ ഡ്യൂട്ടി ടു ഗോഡ്, നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക, അതുപോലെ ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് ഡ്യൂട്ടീസ് ടുവാർഡ്സ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ്. കൺസേണിങ് അവർ ഡ്യൂട്ടീസ് ടുവാർഡ്സ് അതേഴ്സ്, Pfaendorf divides these between absolute duties which are universally binding on people and conditional duties which are the result of contract between people. ഈ ഒരു ഡ്യൂട്ടിയിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാണ്ടിരിക്കുക, അതുപോലെ മറ്റുള്ളവരൊന്നും എന്ത് ചെയ്യുക, ഈക്വൽ അല്ലാതെ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രവർത്തിക്കുക. അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഡ്യൂട്ടീസാണ്. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി തിയറിയിൽ ഈ 3 ഡ്യൂട്ടീസാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന തിയറിയാണ് റൈറ്റ് തിയറി എന്ന് പറയുന്നത്. റൈറ്റ് തിയറീസ് മെയിൻറ്റെയിൻ ദാറ്റ് ദർ ആർ തിങ്സ് വി കനോട്ട് ഡു അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ബിക്കോസ് ദേ ആർ ദി ഹോൾഡേഴ്സ് ഓഫ് മോറൽ റൈറ്റ്സ്. ഈ ഒരു തിയറി പ്രകാരം നമ്മൾ എപ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ്, ഓരോ വ്യക്തിക്കും ഓരോ അവകാശങ്ങളുണ്ടായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് അവരെ എഗെയിൻസ്റ്റായിട്ട്, അവരുടെ റൈറ്റ്സിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. A right defines an interest that should not be frustrated. നമ്മുടെ റൈറ്റ്, നമ്മളെ അവകാശത്തെ നമ്മൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവാൻ പാടില്ല. നമ്മളെ അവകാശം നമ്മൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. അതുപോലെ മറ്റുള്ളവരുടെ അവകാശത്തെ നമ്മൾ കൈയടക്കാനും പാടില്ല. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിഫെൻഡഡ് ബൈ എ റൈറ്റ് ഇറ്റ് ഷുഡ് ബി ഈവൻ ഇഫ് ഡൂയിങ് സോ മൈറ്റ് ബി ഗുഡ് ഫോർ ദി അതർ റീസൺസ്. അതായത് മറ്റുള്ളവരുടെ അവകാശത്തിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിലൊക്കെ നമ്മൾ കൈയടക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. അപ്പോൾ റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റ് വരുന്ന ഒരു തിയറിയാണ് ഈ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി പ്രകാരം റൈറ്റ്സ്, നമ്മളെ മോറൽ റൈറ്റ്സുമായിട്ട് ഈ ഒരു തിയറി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് എന്നുള്ളത് ഒരിക്കലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസോ ക്രിയേറ്റ് ചെയ്തതല്ല അല്ല നമുക്ക് തരുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ടെന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അതായത് ഒരു കൺട്രിക്ക് ഒരു റൈറ്റ് അങ്ങനെയല്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള റൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൺട്രി ടു കൺട്രി ഇത് ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്നില്ല. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, എല്ലാവരും ഒരേപോലെ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള റൈറ്റ് ആയിരിക്കണം. നാലാമതായിട്ട് വരുന്നത് ഈ നമ്മുടെ റൈറ്റ്, നമുക്കുള്ള അവകാശങ്ങൾ നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും സെല്ല് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റൈറ്റ്സിന് ഈ ഒരു തിയറി പ്രകാരം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് റൈറ്റ്സും നെഗറ്റീവ് റൈറ്റ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡ്യൂട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് ആണ് പോസിറ്റീവ് റൈറ്റ്സ്. നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് അതേഴ്സ് ഹാവ് നോട്ട് interfere in certain activities of the person who holds a given right.
അതായത് നമ്മളൊരാൾക്ക് കൊടുത്തിട്ട് ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ആ റൈറ്റിൽ വേറെ ആരും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു റൈറ്റ്സാണ് നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈറ്റ് തിയറിയിൽ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ആക്ട് ചെയ്യാനും അവരുടേതായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി മൂന്നാമതായിട്ട് വരുന്ന തിയറിയാണ് കാന്റിയൻ തിയറി ഓഫ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്. ഈ ഒരു തിയറി പ്രകാരം കാന്റിയൻ തിയറി ഓഫ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്, ഈ ഒരു തിയറി പ്രകാരം ഇമ്മാനുവൽ കാന്റ് ആണ് ഒരു ഗ്രേറ്റ് ഫിലോസഫേഴ്സ്, എല്ലാ സമയത്തുള്ള ഒരു ഗ്രേറ്റ് ഫിലോസഫറാണ് ഇമ്മാനുവൽ കാന്റ്. അപ്പോൾ ഇയാൾ ബിലീവ് ചെയ്തു പീപ്പിളിൻ്റെ ഓരോ പ്രവൃത്തിയും മോറൽ ലോസ്, നമ്മളെ ഓരോ മോറൽ നിയമങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും, അതിൻ്റെ ഗൈഡൻസ് കൂടിയാണ് ഓരോ പീപ്പിൾസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മോറൽ ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സലായിരിക്കും. നമുക്കുള്ള ഓരോ ലോസും ഓരോ നിയമങ്ങളും പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, അത് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, അപ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ കാന്റ് വിചാരിച്ചു എന്ത്, ഇറ്റ് വാസ് പോസിബിൾ ടു ഡെവലപ്പ് എ കൺസിസ്റ്റൻറ്റ് മോറൽ സിസ്റ്റം ബൈ യൂസിങ് റീസൺ. നമുക്കൊരു റീസൺ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള രീതിയിൽ ഒരു കൺസിസ്റ്റൻറ്റ് മോറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സെൻട്രൽ ടേം ഇൻ ദിസ് പോയിന്റ് ഓഫ് വ്യൂ ഈസ് ഡ്യൂട്ടി. ഇയാളുടെ അഭിപ്രായത്തിൽ ഡ്യൂട്ടിയാണ് അതിന് പറ്റിയത്. ക്യാൻ ഡിസ്ലൈക്ക് ദി കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റേറിയനിസം ഫോർ വൺ സിമ്പിൾ റീസൺ. ഈ ഒരു പേഴ്സൺ, അതായത് ഇദ്ദേഹം യൂട്ടിലിറ്റേറിയൻ എന്നുള്ള തിയറീനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അതിനൊരേ ഒരു റീസൺ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഷുഡ് നോട്ട് ജസ്റ്റിഫൈ ദി മീൻസ്, അതായത് ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. നമുക്ക് ഹാപ്പി ഉണ്ടായാൽ മാത്രം പോരാ, യൂട്ടിലിറ്റേറിയനിസത്തിൽ ഹാപ്പിയാണ് വേണ്ടത്, ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം അത് മാത്രം പോരാ, ഇയാൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എന്താണ് റീസൺ, അതാണ് ഈ ഒരു കാന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇയാൾ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ബിഹേവിയറും റീസൺസിനനുസരിച്ചിട്ടായിരിക്കണം മോറലി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതാണ് ഈ ഒരു തിയറി പ്രകാരം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് തിയറിയാണ് കാറ്റഗറിക്കൽ ഇംപെരറ്റീവ്. ഇൻ ദി എത്തിക്സ് ഓഫ് 18th century, ജർമ്മൻ ഫിലോസഫർ ഇമ്മാനുവൽ കാന്റ്, ഫൗണ്ടർ ഓഫ് critical philosophy, a moral law that is unconditional or absolute for all agents, the validity or claim for which does not depend on any ulterior motive or end. ഈ ഒരു തിയറി പ്രകാരം കാറ്റഗറിക്കൽ ഇംപെരറ്റീവ് എന്ന് പറയുന്നത് ഹയസ്റ്റ് മോറൽ പ്രിൻസിപ്പിളാണ്. ഈ ഒരു ഇംപെരറ്റീവ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, ഇതും ഈ ഒരു കാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ fundamentally different from hypothetical imperatives that hinge on some personal desire that we have. For example, if you want to get a good job, then you ought to go to college. നമുക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോളേജിൽ പോയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇയാളുടെ ഒരു തിയറി പ്രകാരം നമ്മളെ ഡിസയർ, നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കണം. അതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഈ ഒരു തിയറി പ്രകാരം ഇദ്ദേഹം പറയുന്നത് പീപ്പിൾ എന്ന് പറയുന്നത് എൻഡ് ആണ്, അതായത് അവസാനമാണ്. അവരെ ഡിസിഷൻസ്, അതുപോലെ അവരെ ഓരോ ആക്ഷനും നമ്മൾ പീപ്പിൾസിൻ്റെ ഓരോ ആക്ഷനും അവരുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു തിയറീസ് പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഡു ദ റൈറ്റ് തിങ് ഫോർ ദി റൈറ്റ് റീസൺ ബിക്കോസ് ഇറ്റ് ഈസ് ദി റൈറ്റ് തിങ് ടു ഡു.